അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ലാഷിഖ്. അപ്പോൾ ഞാനിപ്പോൾ ലൈവിൽ വരാൻ കാരണം, നമുക്കൊരു ഷോപ്പുണ്ട് ചെമ്മാട് പറഞ്ഞ മമ്പുറത്ത്. അപ്പോൾ ഈ സംഭവം എന്നുള്ളത് വെറുതെ ഒരു കുട്ടിക്കളിയായിട്ട് എടുക്കാതെ ഫേക്കല്ല, സത്യമാണ്. എൻ്റെ പേര് മുഹമ്മദ് ലാഷിഖ്. കൂരിയാടാണ് വീട്, ചെറ്റാലി ഹൗസാണ്. അപ്പോൾ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും പറയണത് ഇത് ഫേക്കല്ല എന്നുള്ളത് അറിയിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഷോപ്പിൽ ഒരാൾ വന്നു. ആള് വന്നപ്പോൾ എന്താണ് ഇതിപ്പോൾ ഈ സംഭവം ഞാൻ പറയാൻ പോണ സംഭവം എന്നുള്ളത് നമ്മൾ നാളെ എന്നല്ല നമ്മുടെ ഇടയിൽ ആളുകൾക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കിട്ടുന്ന വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഫേസ്ബുക്കോ വാട്സപ്പോ ട്വിറ്ററോ അത് യൂട്യൂബോ എങ്ങനെ വേണമെങ്കിലും ഏത് വഴിയിലും വേണമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ ഷോപ്പിൽ ഒരാൾ വന്നപ്പോൾ ആൾ വന്നിട്ട് അയാൾ എന്താണ് ഒരു തുണി എടുക്കാൻ വന്നിട്ട് അപ്പോൾ അയാളുടെ ഇവിടെ ഇങ്ങനെ എൻ്റെ ഇവിടെ ഇങ്ങനെ കീറിയിരിക്കണം. അതേമാതിരി തന്നെ ഭയങ്കര വെപ്രാളുണ്ടായേക്കാം. അപ്പോൾ ഞങ്ങൾ സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാളെ കൂടെ രണ്ടാളുണ്ട്, അയാളുടെ വാപ്പിയും പിന്നെ വേറെ ആളും ഉണ്ട്. അപ്പോൾ സംഗതി എന്താ ചോദിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചതാണ്, ഇങ്ങനെ വെപ്രാളൊന്നും കാര്യം കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നല്ല എടുത്തു കൊടുക്കണേ ചോദിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ അയാളെ തിരുനാവായ പട്ടർക്കടവ്. അപ്പോൾ രാവിലെ ഹോട്ടലിൽ ജീവനക്കാരനാണ്. ഹോട്ടലിൽ തുറക്കാൻ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞാൽ എന്നാടി പ്രായമുണ്ട്, ഒരു ഭാര്യയും ഒരു കുട്ടിയുണ്ട് അദ്ദേഹത്തിന്. പോയ സമയത്ത് വാഹനത്തിൽ കുറച്ച് ആളുകൾ വന്നിട്ട് ഡ്രൈവർ വന്നിട്ട് ഏതോ സ്ഥലത്തേക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ വഴി ചോദിച്ചതും അയാളെ വലിച്ചിട്ടത് അയാൾക്ക് ഓർമ്മ ഉണ്ടെന്ന് അയാൾ പറഞ്ഞു. എനിക്ക് വലിച്ചിട്ട് ഓർമ്മ ഉണ്ട്. പിന്നെ ബോധം പോയിക്കണം. അപ്പോൾ ബോധം പോയിട്ട് അദ്ദേഹം പിന്നെ കുന്നമംഗലം പറഞ്ഞ സ്ഥലം, കോഴിക്കോട് നിന്ന് കുറച്ച് അകത്തേക്ക് പോയിട്ട് 25 കിലോമീറ്റർ പോകണം. അവിടെ എത്തിയപ്പോഴാണ് അയാൾക്ക് ബോധം വന്നത്. ഈ വാനിലുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ എന്തിനായിട്ട് വാന് ക്ലോസ് ചെയ്ത് കണ്ട് കയറിയതാണല്ലോ. അപ്പോഴാണ് ഇവനക്ക് ബോധം വന്നിട്ട് എന്ത് ചെയ്തു, ബോധം വന്നപ്പോൾ ഈ വണ്ടിയിൽ വേറെ ആളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഓനക്ക് ഓൾറെഡി ബോധം വന്നല്ലോ. അപ്പോൾ ഇവർ വണ്ടി നിർത്താനും വണ്ടി കാത്തുകഴിഞ്ഞല്ലോ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഈ വണ്ടിയിലുള്ള മറ്റാളെ കണ്ടിട്ട് ഈ ഇവനെ തട്ടിക്കൊണ്ടായ കൂട്ടത്തിലുള്ള ആരോ വിചാരിച്ചിട്ട് അടിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായി ഇവന്റെ കൂടെ ഉള്ള ആളാണെന്നുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഡോറ് ലോക്ക് ചെയ്ത് പോയേക്കല്ലോ. ഇവർ ഡോറ് തുറന്നപ്പം സൈറൻ അടിച്ചു. ഉള്ളിൽ നിന്ന് പോലെ എന്നിട്ട് ഡോറ് തുറന്നപ്പോൾ വണ്ടിക്ക് ഇങ്ങനെ സൈറൻ അടിച്ചപ്പോൾ എന്ത് ചെയ്തു, ഒച്ചപ്പാടായിട്ടപ്പോൾ രണ്ടാളും രണ്ട് വഴിക്ക് ഓടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരുത്തനാണ് ഇപ്പോൾ ഇവിടെ മമ്പുറത്ത് വന്നത്. അപ്പം കഴിച്ചിലായ സമയത്ത് മമ്പുറത്തങ്ങളെ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലായെന്നാണ് വാപ്പ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കഴിച്ചില്ലായപ്പോൾ വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഇവർ ലോബിയിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും പ്രായമുള്ള ഒരാളെ തട്ടിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും കാണാനാണ് കുട്ടികൾ മിസ്സിങ്ങും കുട്ടികളെ തട്ടിക്കൊണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ കാണുമ്പോൾ വലിയ വിഷയമില്ല. ഇന്നിപ്പം ഇയാൾ വന്ന് നമ്മളോട് ഇങ്ങനെ ഒരു സംഭവം ഷെയർ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഷോക്കിങ്. അപ്പം ഞാനിത് അയക്കാൻ കാരണം പരമാവധി മാക്സിമം നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും ഒരു ഭാര്യയും കുട്ടികളുടെ ഇത്രയും വലിയ മനുഷ്യനെ വരെ തട്ടിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്ത് ലോബിയാണെന്ന് അറിയില്ല, ഏത് ലോബിയാണെന്ന് അറിയില്ല. അങ്ങനെ ടീമുണ്ട് അവർക്ക് എന്തോ ആവശ്യമുണ്ട്. എന്തായാലും കിഡ്നിയോ ഇപ്പോൾ പല കിഡ്നിയും കാര്യങ്ങളൊക്കെ വിറ്റ് കാശാക്കുന്ന കാലമാണ്. അപ്പോൾ അതിനു വേണ്ടി ആയിരിക്കാം ഏതായാലും. അപ്പോൾ ഈ ചെറിയ കുട്ടിയൊക്കെ മാത്രമല്ല, നമ്മുടെ പ്രായത്തിലെ വലിയ വലിയ ആളുകളെയും തട്ടിക്കൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പം മാക്സിമം ഇത് ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും ഈ കാര്യം എത്തിക്കുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട്. കാരണം ഇന്ന് അവർക്ക് രണ്ടുപേരെ നഷ്ടപ്പെട്ടു. ഇന്ന് അവർ രണ്ടുപേരെ പൊക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രണ്ടുപേരെ ആവശ്യമുണ്ടാവും. അപ്പം ഇന്നിപ്പോൾ രണ്ടുപേരെ കിട്ടില്ല, നാളെ അവരെ ഇറങ്ങിയേക്കാം, ആ സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇറങ്ങിയേക്കാം, വേറെ ആരെയും കൊണ്ടുപോയേക്കാം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക പരമാവധി. ഇത് ഫേക്ക് അല്ല, സത്യമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത്. മുഹമ്മദ് ലാഷിഖ്, കൂരിയാടാണ്, ചെറ്റാലി ഹൗസാണ്. ബഷീർ ഉപ്പാൻ്റെ പേര്, ജമീൽ അമ്മാൻ്റെ പേര് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് എത്തിക്കേണ്ടടുത്തേക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഈ ഓർക്കൂട്ട്, എങ്ങനെ ഏതൊക്കെ യൂട്യൂബ് ഏതൊക്കെ ഫയലിൽ വിടാൻ പറ്റുമോ അതൊക്കെ വിട്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ കേട്ടതിന് നന്ദി. അസ്സലാമു അലൈക്കും.